നെടുമ്പാശ്ശേരിയിൽ കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഉള്ളത്. നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വിവരം അറിഞ്ഞിരുന്നു. അലയൻസ് എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റ് കമ്പനി വളരെ ചീപ്പായിട്ട് ഡൊമസ്റ്റിക് സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഗുവാഹത്തിയിലാണ്, ആസാമിലെ ഗുവാഹത്തിയിലാണ്, ക്യാപിറ്റലിൻ്റെ അടുത്തുള്ള ഒരു സിറ്റിയാണ്. ഗുവാഹത്തിയിൽ നിന്ന് ഷിലോങ്ങിലേക്കുള്ള ഫ്ലൈറ്റിന് 400 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷേ PayTM-ൽ ഓഫറൊക്കെ വന്നിട്ട് ഫ്ലൈഡിയിൽ ഓഫർ വരും. അപ്പോൾ 320 രൂപ നമുക്ക് ഓഫ് കിട്ടും. അങ്ങനെ 80 രൂപ, വെറും 80 രൂപയ്ക്കൊക്കെയാണ് അത് ചാർജ് ചെയ്യുന്നതെന്ന് കണ്ട്. പക്ഷേ അതിന് കൺവീനിയൻസ് ഫീസ് വരും ഓൺലൈനിൽ എടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇറ്റാനഗറിലേക്കോ അങ്ങടെ ആ ഒരു പ്രദേശമാണ്, നോർത്ത് ഈസ്റ്റിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതേ ഫ്ലൈറ്റ് കമ്പനി തന്നെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് സേലത്തേക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അത് 1080 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ എനിക്കതിൽ തന്നെ ഫ്ലൈഡിയിൽ ഓഫർ കിട്ടി. അങ്ങനെ 800 രൂപക്ക് ഈ ടിക്കറ്റ് കിട്ടി. അങ്ങനെ 800 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടെർമിനൽ 1 വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ബോർഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടുത്തെ ലോഞ്ചിലൊന്ന് പോകണം. കാർഡ് ഉപയോഗിച്ച് ലോഞ്ച് ആക്സസ് എടുക്കണം. അങ്ങോട്ട് യാത്ര ചെയ്യണം. വെറുതെ ഒന്ന് ബോറടിച്ചപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മളെ അയ്യപ്പ പൗലോ സിനിമയിലൊക്കെ പോലെ ഫ്ലൈറ്റിൽ കയറണം എന്ന് അതിയായിട്ട് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആയാലും മതി, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാം. ഇടയ്ക്ക് ഓഫറിൽ 800 രൂപയ്ക്ക് കിട്ടും. അതിനേലും കൂടുതൽ ഓഫറിൽ ഓരോരുത്തർക്ക് പ്രിവിലേജ് പോലെ ഇരിക്കും. ക്രെഡിറ്റ് കാർഡിൽ നല്ല നല്ല ഓഫറുകൾ വരും. അങ്ങനെ വെച്ച് നമുക്ക് വെറുതെ ഒന്ന് യാത്ര ചെയ്യാം. അതേ കാർഡ് ഉപയോഗിച്ച് തന്നെ ഇവിടുത്തെ ലോഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇവിടെ ഞങ്ങൾക്ക് വന്ന പാടെ ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു, തുമ്മലിൻ്റെ. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ കണ്ട് മരുന്നൊക്കെ ഒഴിച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടുന്ന് ലോഞ്ചിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് സേലത്തിൽ നിന്ന് ഇറങ്ങാം. സേലത്തിൽ നിന്ന് ഒന്നില്ലെങ്കിൽ വേറെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. റൗണ്ട് ട്രിപ്പ് അന്ന് സെയിം ഡേറ്റിലില്ല, നെക്സ്റ്റ് ഡേയിൽ, ഇന്ന് പോയിട്ട് നെക്സ്റ്റ് ഡേയിൽ സേലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഈ അലയൻസ് എയർ തന്നെ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വൺ സൈഡ് ആയാലും മതി. റിട്ടേൺ ബസ്സിലോ ട്രെയിനിലോ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതുപോലെ പോയിട്ട് വരും. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ അതിൽ കാഴ്ചയ്ക്ക് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വെറുതെ ഒരു കുറച്ച് നേരത്തെ 1 മണിക്കൂർ ഫ്ലൈ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഗുവാഹത്തിയിൽ നിന്ന് ഷിലോങ്ങിലേക്കും 1 മണിക്കൂർ തന്നെ ഉള്ളൂ, 45 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷെ അതിന് 400 വരുന്നുള്ളൂ. അതിനാണോ ഭയങ്കരമായ ഓഫറുകൾ ഇടുന്നത്. 400 പേ ചെയ്യേണ്ട നമ്മൾ. ഇവിടേക്ക് 1050 ഉണ്ടെങ്കിൽ 250 ഒക്കെയാണ് ഓഫർ കാണിക്കുന്നത്. എന്നാലും സാരില്ല, 800 രൂപയല്ലേ ചാർജ് വരുന്നുള്ളൂ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും കൊടുക്കാമല്ലോ. അതിൽ കൂടെ മാത്രമല്ല, നമുക്ക് ഇത്രയും വലിയ മെനു ഭക്ഷണവും കഴിക്കാൻ പറ്റും ലോഞ്ചിൽ നിന്ന് തന്നെ. നമുക്കൊന്ന് പോയിട്ട് വരാം. 1/2 മണിക്കൂർ എടുക്കും ഇനിയിപ്പോൾ ബോർഡിങ് കിട്ടാനായിട്ട്. അതുവരെ ഇവിടെ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഒന്ന് നടക്കാം അങ്ങോട്ടും. എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല, വെറുതെ ഇരിക്കും. ഒരു ആവശ്യത്തിനായിട്ട് പോകണമല്ല കേട്ടോ, ചുമ്മാ പോണതാണ്. നാളെ ഇന്ന് രാത്രി തന്നെ ട്രെയിനിൽ ഇങ്ങോട്ട് പോരും. 4:30 ഫ്ലൈറ്റ് ഇവിടെ നിന്ന് കയറുന്നത്. 5:30 സേലത്തെത്തും. സേലം ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ വന്നിട്ട് രാത്രി 9 മണിക്കാണ് ട്രെയിൻ തിരിച്ചിങ്ങോട്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. വന്നിട്ട് തൃശ്ശൂർ വന്ന് ഇറക്കും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ വന്നപ്പോൾ നേരിട്ട് അത്താണിക്ക് ബസ് കിട്ടി. അത്താണിയിൽ നിന്നൊരു ടാക്സി കാലി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചാണ്, മെട്രോ ബസ് എവിടെയാണ് നിർത്താമെന്ന് ചോദിച്ചപ്പോൾ അത് 5 മിനിറ്റ് കൂടുമ്പോൾ വരും, ഇവിടെ നിന്നോ കൈ കാണിച്ചോ. ആളിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ കയറിക്കോളം പറഞ്ഞു. വേണമെങ്കിൽ കയറിക്കോ, ഒരു ഉദവി. അപ്പോൾ ഇങ്ങനെ കയറി ഇവിടെ വന്ന് കറക്റ്റ് ഇറങ്ങി. അതുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ എത്തി. ബസ്സിൽ ഒരിക്കലും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ബസ്സും കിട്ടി. അങ്ങനെ അത്താണിയിൽ നിന്ന് പിന്നെ ബസ് കണക്ഷൻ ഈ മെട്രോ തന്നെ ഉള്ളൂ കേട്ടോ. മെട്രോൻ്റെ ബസ്സുണ്ട്, ആലുവ മെട്രോന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സുണ്ട്. ലോ ഫ്ലോർ ബസ്സുകൾ തന്നെയുള്ളൂ. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് 150 രൂപയാണ് വരാം അത്താണിയിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ളൂ. എൻ്റെ കോ പാസഞ്ചറിനൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. ജോലി ചെയ്യണല്ലേ, ലീവ് പോലും എടുക്കാതെ. എന്താ വർക്ക് ഫ്രം എയർപോർട്ട് ഡെഡിക്കേഷനാണ്. ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടാ വർക്ക് ഫ്രം ഹോം ആണോ? നശിപ്പിക്കുകയാണോ? എന്താ ചെയ്യണേ? അതെ, എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാന്നല്ലേ? എയർപോർട്ടിൽ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കാണുവാണ്, സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുവാണ്. എക്സ്ക്യൂസ് മീ,
എന്താണ് അവിടെ? അതിൽ ഹെലികോപ്റ്റർ അല്ലേ? ഇനി ഫ്ലൈറ്റില്ലേ? ആ, അതിൽ ഹെലികോപ്റ്റർ, ഇതില് ഫ്ലൈറ്റ്. പോവാൻ പോണേ ഫ്ലൈറ്റിന് ഏതെന്ന് നോക്കാം. പണിക്ക് കൊണ്ടുവന്ന ലാപ്ടോപ്പ് എടുത്തിട്ട് പെരുമാറുന്ന ഏക വ്യക്തി. ഇതിലാണോ പോണേ? ഇതായിരിക്കും. നമ്മൾ ഇതിലാട്ടോ പോണേ. ഇന്നത്തെ ഡേറ്റ് കൊച്ചിയിൽ നിന്ന് സേലത്തേക്ക് 9-ാം തീയതി വരുന്നത്. നമുക്ക് വന്നത് 800 അല്ലേ? ഇവിടെ വരുന്നേക്ക് 1260 രൂപ കൂടിയിട്ടുണ്ട്. വേറെ വല്ല ദിവസം നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ 21-ാം തീയതി വെക്കാം. 21-ാം തീയതിക്ക് വരുമ്പോൾ അപ്പോൾ 1050 രൂപ ആണോ? 1050 രൂപയാണ് വരുന്നത്. അതിലെന്തെങ്കിലും ചെറിയൊരു ഓഫർ വരും. എൻ്റെ കാർഡ് ഇവിടെ ലോഞ്ചിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇപ്പോൾ എന്താ കാണിക്കണേ? ഒന്നും കാണിക്കില്ല. കുഴപ്പമില്ല. അവിടെ നേരിട്ട് ഞാൻ ചോദിച്ചാൽ മതി. നിൻ്റെ 2 കാർഡില്ലേ? ഒരെണ്ണ സുട്ടു. തിരക്കില്ലാത്ത ദിവസമാണ്. ആദ്യം ഫ്ലൈറ്റുകളൊന്നും ഇപ്പം മുകളിലിരുന്നപ്പോൾ തന്നെ ലോഞ്ചിലിരുന്നപ്പോൾ തന്നെ 1-2 ഫ്ലൈറ്റ് അങ്ങാണ്ട് മൂവ് ചെയ്യണുള്ളൂ. അതിൻ്റെ അർത്ഥം തിരക്കില്ല എന്നാണ്. തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നല്ല, ഭയങ്കര റഷാണ്. പിന്നെ ലോഞ്ച് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആടായിട്ട് ചെല്ലുമ്പോൾ അവർ പറയും ലോഞ്ച് ഫുള്ളാണ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വല്ലാത്ത തിരക്കുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് KFC ഒക്കെ ഉണ്ട്. നല്ല ചാർജ് ആയിരിക്കും, ഡബിൾ ചാർജ് ആയിരിക്കും. മറ്റേ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടല്ലേ? 3 ഇഡ്ഡലി 300. 3 ഇഡ്ഡലി സെറ്റ് 330 പ്ലസ് GST വേറെ വരും. അതങ്ങനെയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ, അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് പോയി കാണില്ലേ? പക്ഷെ കാണൂല. ആർ യു എക്സൈറ്റഡ്? എന്തിനില്ലേ? എക്സൈറ്റഡ് ആണ്. ഓക്കെ. ഗേറ്റ് നമ്പർ 8 അതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ 911515. അപ്പോൾ നമുക്കെന്നാ നീങ്ങിയാലോ? വേറെ ആരും ഇല്ലേ പാസഞ്ചേഴ്സ് ഇട്ടിട്ട സേലംകാരണേ. അപ്പോൾ അധികം എയർ ഡിസ്റ്റൻസ് ഒന്നും അധികം ഇല്ലല്ലോ. ചെറുതല്ലേ? ഇതാണ് അതാണ്.
കാണിച്ചു കൊടുക്ക്. വലിയൊരു എയർപോർട്ട്. ഇത് എൻട്രൻസ്. ഇതാണ് നമ്മളെ സേലം എയർപോർട്ട്. പുറത്തുനിന്നുള്ളൊരു ദൃശ്യം. മുകളിൽ വാട്ടർ ടാങ്കും ഇങ്ങനെയൊക്കെ ആയിട്ട്. ആകെ മൊത്തം 5-6 പേരുണ്ട്. കുറച്ച് കാറുകളുണ്ട്. ചുറ്റിലവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ബൈക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് വണ്ടിയുണ്ട്. ഇങ്ങനെ എൻട്രൻസ് എക്സിറ്റ് ഒക്കെ പോകുന്ന ഹൈവേയിലേക്ക് മുട്ടുന്ന വഴി. എയർപോർട്ടിൽ നിന്ന് ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സിൻ്റെ സമയമാണ് 6 മണിക്കുണ്ട്. ഇപ്പോൾ 6:05 പക്ഷേ 6 മണിയുടെ വണ്ടി വന്നിട്ടില്ല. അതിപ്പോൾ വരുമെന്ന് പറഞ്ഞത്. എയർപോർട്ടിൽ മനുഷ്യന്മാരില്ലെങ്കിലും മയിലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയില്ല ലുക്കല്ലേ. നമ്മൾ പ്ലാനിട്ട് ആ ബസ് അത് വരുന്നില്ല. ടൈം ടേബിളൊക്കെയാണ് കാണിച്ചത്. പക്ഷേ ആ ബസ് വരുന്നില്ല പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ അവിടെ നിന്ന് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഹൈവേ നമുക്ക് കാണും. ഇതൊക്കെ കാണുന്നതാണ് ഹൈവേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ടൗൺ ബസ്സുകൾ ഒരുപാട് കിട്ടും. ഇങ്ങനെ നോക്കണം എന്നില്ല, വേറെയും ബസ്സുകൾ ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞു. ഹൈവേയിലേക്ക് എത്തിയിട്ടാ. റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ, ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ സേലം. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ്. അത് എയർപോർട്ട് റോഡ്. ബസ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പ്. ബസ് വരുന്നുണ്ട്. നമ്മളൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ട്രെയിൻ ഒരു 20 മിനിറ്റ്സ് ലേറ്റാണ്. പ്ലാറ്റ്ഫോം 1ലേക്ക് നമ്മളും ലേറ്റായത് നന്നായി. നമ്മൾ കറക്റ്റ് എത്തിയപ്പോൾ പറയാണ് ഞങ്ങളൊരു 10 മിനിറ്റ് ലേറ്റ് ആയതാണ്. അപ്പോൾ അറിഞ്ഞ് ട്രെയിൻ 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. പ്ലാറ്റ്ഫോം 1ലുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോം 4-ലെത്തിയിട്ട് നമ്മൾ ട്രെയിൻ പിടിച്ച് തിരുമ്പി പോവും. എന്തൊക്കെയായിരുന്നു അങ്ങനെ പോയത്? എങ്ങനെയാ ഫ്ലൈറ്റിൽ ഇങ്ങനെ വരുമ്പോൾ ജനറലിൻ്റെ വഴി വരത്തേക്ക് വരുന്നു. അതിയുടെ കൂടെ കൈ കണ്ട അത് വേറെ ഒരു തൂങ്ങും. അപ്പോൾ ഈ തൃശ്ശൂർ പിന്നെ കാണാം.